മന്ത്രത്തിൻ്റെ പ്രവാചകന് പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ പറയുകയാണ്. ഐഷ ബീബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു, രോഗത്തിൽ നിന്ന് വല്ലതും അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നബി തങ്ങൾ തൻ്റെ വിരലിൻ്റെ ഭാഗം കൊണ്ട് ഇന്ന് നബി തങ്ങളെ ചൂണ്ടുവിരൽ മണ്ണിലമർത്തി ഉയർത്തിയ ശേഷം ബിസ്മില്ലാഹി തുർബത്തു അർദീന വരിയാഖതിഹി ബഅദന എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ നാമം കൊണ്ട് ഞാൻ ഈ ഭൂമിയിലെ മണ്ണാണ് തമ്മിലുള്ള ചിലരുടെ തുപ്പുനീര് കൊണ്ട് നമ്മുടെ രോഗിയുടെ രോഗത്തെ നമ്മുടെ രക്ഷിതാവിൻ്റെ അനുമതിയാൽ ക്ഷമിക്കാൻ വേണ്ടി എന്ന് പറയുന്നതിന് അതിന് മുറിവിൽ പുരട്ടുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രം ഏരസുകെട്ടുകളില്ല. നബി തങ്ങളുടെ തിരുജീവിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുന്ന ചികിത്സ രീതികളിലൊന്നാണ്. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു നിബോധനം ചെയ്യുന്നു, നബി തങ്ങളെ പറയുകയാണ്, നിങ്ങളൊരാൾ ഉറക്കത്തിൽ നിന്ന് ഭയപ്പെട്ടു പോയി, എന്നാൽ ഔദു കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖെന്ന് പറഞ്ഞുകൊള്ളട്ടെ. അബ്ദുല്ലാഹി അംർ റളിയല്ലാഹു പറയുന്നു, തൻ്റെ പ്രായപൂർത്തിയായ സന്താനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അബൂ ദാവൂദും മിശ്കാത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രത്തോട് ബന്ധപ്പെട്ടുള്ള പിഞ്ഞാണി കുടിക്കുന്ന അന്നീയൽ ചികിത്സ ഇത് ഫലമായി ഇസ്ലാമിക സംസ്കൃതിയുടെ അടയാളങ്ങളാണെന്ന് മഹാനായ ഹാഫിദ് ഇബ്നുൽ കസീർ, അതുപോലെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ഖുർത്തുബിയിലും അത് വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല മനസ്സിലാക്കാത്ത വിധത്തിലുള്ള മന്ത്രങ്ങൾ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ വചനങ്ങൾ ഉൾപ്പെടാത്ത മന്ത്രത്തിന് ഇസ്ലാമിൽ ഏതൊരു വിലക്കുമില്ലെന്നർത്ഥം. അവ ചെല്ലുന്നത് മുൻഗാമികളുടെ പാതയാണ്. റിപ്പോർട്ട് ചെയ്യുകയാണ്, രോഗം ബാധിച്ചാൽ സൂറത്തിൽ ഫലക് നാസ് എന്നിവ ഓതി സ്വയം ഓതിക്കൊണ്ട് ദേഹത്ത് തടവിയിരുന്നു മുത്തുനബി. രോഗം ബാധിക്കുന്ന വേദനയിലും നിങ്ങൾ ഓതാറുണ്ടായിരുന്നു സൂറത്തുൽ ഫലക് നാസ്. എന്നിട്ട് അത് ശരീരത്തിൽ അങ്ങ് ജസദിൽ മുത്തുനബി അങ്ങ് ഓതുകയും ചെയ്ത് അത് തടവുകയും ചെയ്തിട്ടുണ്ട്. അബൂ മസ്ഊദ് ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അതേ ക്ഷീണം വരുമ്പോ, രോഗം വരുമ്പോ, ദുഃഖം വരുമ്പോ, പ്രയാസം വരുമ്പോ ഇതെല്ലാം മുസ്ലിം ക്ഷമിച്ചു കഴിഞ്ഞാൽ അതുവഴി അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, നബി തങ്ങളെ രോഗം പിടിപെട്ടു പനി ബാധിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ചെല്ലുകയും എൻ്റെ കൈ കൊണ്ട് നബി തങ്ങളെ സ്പർശിക്കുകയും ചെയ്തു. അവസരം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ നബിയേ, തങ്ങൾക്ക് ശക്തിയായ പനിയുണ്ടല്ലേ നബിയേ? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അങ്ങക്ക് 2 മടങ്ങ് പ്രതിഫലമുണ്ടോ? അതിന് കാരണം നബി തങ്ങൾ പറഞ്ഞു, അതേ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളെ ഉണ്ട്. രോഗം വഴിയുള്ള ബുദ്ധിമുട്ടാണോ മറ്റനുഭവിക്കുന്ന ഏത് വിശ്വാസിക്കും പാവങ്ങൾ ആ അതിൻ്റെ ഇലകൾ വീഴുന്നത് പോലെ അവൻ്റെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഐഷ ബീവി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ റഅയ്തു അഹദൻ അൽ വജ്ഹു അലൈഹി അശദ്ദു മിൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ ശക്തമായ ഒരു രോഗവേദന അനുഭവിച്ച ഒരാളും ഞാൻ കണ്ടിട്ടില്ലെന്ന് ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. സത്യവിശ്വാസികൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും. എങ്ങനെയെല്ലാം വരുമെന്നാണ് നബി തങ്ങൾ പറയുന്നു. കാറ്റതിനെ അങ്ങുമിങ്ങും ചായ്ക്കുന്നത് പോലെ സത്യവിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കപടവിശ്വാസിക്ക് പരീക്ഷണം ഉണ്ടാകില്ല. കപടവിശ്വാസിക്ക് ഒരു ദേവദാരു വൃക്ഷം പോലെയാണ്. അതിനെ കാക്കപ്പെടുന്ന അവരെ ഏതൊരു പ്രകമ്പനവും ഉണ്ടാകുന്നില്ല. അനസ് റളിയല്ലാഹു പറയുന്നു, പ്ലേഗ് എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിയുടെ പ്രതിഫലമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹൂന ഷഹാദതു കുല്ലു മുസ്ലിമിൻ
ഭൗതികമായ ലോകത്ത് രക്തസാക്ഷികളുണ്ട്. നിബിധങ്ങൾ പറയുകയാണ് 5 എണ്ണമാണ്. 1 പ്ലേഗ് മുഴുവൻ മരണപ്പെട്ടു പോയവർ, 2 വൈറസ് സംബന്ധമായ അസുഖം വന്ന വേദനയാൽ മരണപ്പെട്ടു പോയവർ, അറിയാതെ മുങ്ങി മരിച്ചു പോയവർ, പൊളിഞ്ഞു വീണതിൻ്റെ അടിയിൽ പെട്ട് മരണപ്പെട്ടു പോയവർ, അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവർ, ഇങ്ങനെ 5 കൂട്ടർക്ക് ഭൗതികമായ രക്തസാക്ഷികൾ ഉൾപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതുപോലെ മരണം കൊതിക്കാൻ പാടില്ല. നബിതങ്ങൾ പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്ന അഹദുകുമുൽ മൗത്ത് മിൻ ദുർരി അസാബഹു ഇൻ കാന ലാ ബുദ്ദ ഫായിലൻ ഫലയഖുൽ അല്ലാഹുമ്മ അഹീനി മാ കാനത് ഹയാതു ഖൈറൻ ലി തോഫനി ഇദാ കാനത് അൽവഫാതു ഖൈറൻ ലീ. നബിതങ്ങൾ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ, നിങ്ങളിൽ നിന്നൊരാളും തനിക്ക് വന്നെത്തിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മരണങ്ങൾ, അത് കാരണം കൊണ്ട് നിങ്ങൾ മരണത്തെ കൊതിക്കരുതേ, അത് കൊതിച്ചു പോകരുതേ എന്ന നബിയുടെ ലാമിട്ടുകൊണ്ട് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യൽ കൂടാതെ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനെ പറ്റൂ എന്ന് നിർബന്ധ ഘട്ടം വന്നാൽ അല്ലാഹുമ്മ ഹയ്യിനി മാ കാനത് ഹയാതു ഖൈറൻ ലീ തോഫനി ഇദാ കാനത് വഫാതു ഖൈറൻ ലീ. അല്ലാഹുവേ, എനിക്ക് ഉപകാരപ്രദത്തോളം കാലം എന്നെ നീ, ഉപകാരപ്രദമുള്ള കാലം എന്നെ നീ ജീവിപ്പിക്കുകയും ഉപകാരമില്ലാത്ത ഗുണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ.